നോമിനേഷനിലുള്ള 3 പേരുടെ കാര്യം കഷ്ടത്തിലാണ്. ആരൊക്കെയാണ് ആ 3 പേര്? സായി. അതെ, സായിയുടെ കാര്യം ഈ ആഴ്ച നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതുപോലെ നന്ദനയുടെ കാര്യം ഏതാണ്ട് ഔട്ടാവും എന്നുള്ള ഒരു ലെവലാണ്. കാരണം നന്ദനയുടെ പെർഫോമൻസ് അങ്ങനെയാണ്. ഇനി ഈ ആഴ്ച റോക്കാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടും. പക്ഷേ ടിക്കറ്റ് ഫിനാലയുടെ ഇടയിൽ കൂടെ റോക്കാക്കാനുള്ള അവസരം കിട്ടുന്ന ചാൻസസ് വളരെ കുറവാണ്. പിന്നെ പറയാനുള്ളത് നോറയാണ്. അതെ, നോറയും സായിയും പിന്നെ നമ്മുടെ നന്ദന, ഇവർ 3 പേരും ഒരു ഡേഞ്ചർ സോണിലാണെന്ന് നമുക്ക് പറയാം. എന്തായാലും ഒരാളെ ഔട്ടാക്കത്തുള്ളൂ, 2 പേരൊന്നും ഔട്ടാവത്തില്ല, ഒരാളെ ഔട്ടാവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ 3 പേരിൽ ഒരാളായിരിക്കാം. അപ്പം ഋഷിയുടെ പേര് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. ഇവരിത്രയും കഴിഞ്ഞിട്ടേ ആ കാറ്റഗറിയിൽ ഋഷി വരുള്ളൂ. എനിക്കതാ പറയാനുള്ളത്. അത്രയും കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. ഋഷിയുടെ വോട്ടിൻ്റെ ബേസിസിലാണ്, നോട്ട് ഫോർ ദ ഗെയിം. അപ്പോൾ അതുകൊണ്ട് ഋഷി തൽക്കാലം ഒന്നിങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഈ ഒരാഴ്ച കൂടെ ഋഷി പഴയ ലെവലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ, മാത്രമല്ല ഋഷിക്ക് അൻസിബയുടെ വോട്ട് കിട്ടും. അൻസിബയ്ക്ക് ഇത്രയും നാൾ കിട്ടിക്കൊണ്ടിരുന്ന ഒരു വോട്ട് ഋഷിക്ക് കിട്ടി, ഋഷി ഓട്ടോമാറ്റിക്കലി സേവ് ആവും. അത് വേറൊരു കാര്യം. പക്ഷേ സായിയും നോറയും പിന്നെ നന്ദനയാണ് പെടാൻ പോകുന്നത്. നന്ദനയായിരിക്കും മിക്കവാറും ഔട്ടാവാൻ പോകുന്നത്, നന്ദനയായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ കണക്ക് സായിയൊക്കെ സേവ് ചെയ്യാൻ ഒത്തിരി നോക്കുന്നുണ്ട് നന്ദനെ. പക്ഷേ എന്ത് ചെയ്യാൻ വല്ല കാര്യമുണ്ട്? അവരും പെട്ടുപോയില്ലേ നോമിനേഷനിൽ. ഇനി സിജോയുടെ വോട്ട് വല്ലതും കിട്ടി രക്ഷപ്പെട്ട് പോകണമെങ്കിലേ ഉള്ളൂ. അവർ ചങ്കുമാണ്. അതോ ഇനി സിജോയുടെ വോട്ട് സായിക്ക് പോവോ? ആ കാര്യങ്ങൾ അറിയത്തില്ല. പിന്നെ ഇന്ന് മെയിൻലി സാഗറും ജുനൈസും വന്നു. എനിക്ക് വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. വെറുതെ വന്ന് ദിലീപ് വന്നപ്പോൾ ഇതിനേക്കാൾ അടിപൊളിയായിരുന്നു. പക്ഷേ ഈ സാഗർ ജുനൈസും ജോജോക്കെ വന്നപ്പോൾ എനിക്ക് അത്ര വലിയൊരു ഗുമ്മായിട്ട് ഫീൽ ചെയ്തില്ല. നോർമലിനും താഴെ ഒരു ലെവലിലാണ്. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും മെയിൻ എപ്പിസോഡിൽ എന്ത് സാധനമാണ് ഉള്ളത്. രാവിലെ ജാസ്മിനും ജിൻഡോയും കൂടെ അടുക്കളയിൽ നടക്കുന്ന ചെറിയൊരു വഴക്കാണ്. അവർ സംസാരിച്ചത് വഷളാവുന്നതാണ്. ആ സാധനം മെയിൻലി മൺഡേ ഉണ്ടാവുന്ന നോമിനേഷൻ, പിന്നെ ഈ പറയുന്ന ഇവരുടെ എൻട്രി, ആരുടെ? ജോജുവിൻ്റെ, സാഗറിൻ്റെ, ജുനൈസിൻ്റെ എൻട്രി. 2 സ്പോൺസർ ടാസ്ക്. മറ്റേ ഡോമാക്സിൻ്റെ കഴിഞ്ഞ നമ്മുടെ ടാസ്കും പിന്നെ നമ്മുടെ സ്കീയുടെ ഐസ്ക്രീമിൻ്റെ ഒരു ടാസ്ക്. പിന്നെ മെയിൻ കണ്ടന്റ് വന്നത് പ്ലസ്സിലാണ്. ഞാൻ നിങ്ങളടുത്ത് ഇന്ന് രാവിലെ പറഞ്ഞില്ല, എന്തോ ഡിബേറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അതുവഴി വല്ലോ ഋഷി സേവ് ആണോ എന്ന് എനിക്ക് അറിയില്ല എന്ന്. അപ്പോൾ ഡിബേറ്റ് ഉണ്ടായിരുന്നു. സേവ് ഒന്നും ആയില്ല, പക്ഷേ ഡിബേറ്റ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ മുൻകാല സീസണുകളിലൊക്കെ കൊടുക്കും പോലെ നോമിനേഷനുള്ളവർക്ക് എന്തുകൊണ്ട് പ്രേക്ഷകർ നമുക്ക് വോട്ട് ചെയ്യണം എന്നുള്ള ഒരു ലെവലിൽ പറയാനുള്ള ഒരു ഒപ്പീനിയൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗാർഡൻ ഏരിയയിൽ വെച്ചിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സെക്ഷനാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അതൊക്കെ കൊള്ളായിരുന്നു. അതിനിടയിൽ കൂടി തർക്കങ്ങളായി. ഇതിനിടയിൽ കൂടി സിജോയും ജാസ്മിനോട് ഒരു വഴക്ക് കൂടുന്നുണ്ട്. പക്ഷെ അത് ലൈവിലില്ല. ലൈവിലുണ്ട്, എപ്പിസോഡിൽ ആ സാധനം ഇല്ല. ലൈവിലാണെങ്കിൽ ഞാനത് കണ്ടിട്ടുമില്ല. അപ്പോൾ വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 6ൻ്റെ മെയ് 27 ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഡേ 78. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഈ പറയുന്ന നോമിനേഷനിൽ പ്ലാനിങ്ങുകളും കാര്യങ്ങളൊക്കെ നടന്നു ഇല്ല എന്ന് ഒത്തിരി പേര് പറഞ്ഞു. എനിക്ക് വലിയ രീതിക്ക് നോമിനേഷനിലെ പ്ലാനിങ്ങുകളൊന്നും നടന്നു തോന്നുന്നില്ല. കാരണം എല്ലാവരും ഈ പറഞ്ഞ കണക്ക് നോമിനേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു. പക്ഷേ സിജോയുടെ കാര്യത്തിൽ സിജോ ഓൾറെഡി നോമിനേറ്റഡ് ആണ് എന്ന് കരുതി വെച്ചിരുന്ന പോലെയാണ് ജാസ്മിൻ സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നോമിനേറ്റ് ചെയ്യാത്തത് എന്നുള്ള ഒരു ലെവലിലാണ്. പിന്നെ സിജോ ക്യാപ്റ്റൻ ആവുന്നു. പക്ഷേ സിജോ പറയാണ് ഞാനിവിടെ ഇനി വലിയ മാറ്റങ്ങളൊന്നും കൊണ്ടുവരത്തില്ല, നോർമലായിട്ട് തന്നെ പോവും, എല്ലാവരും പണിയൊക്കെ മര്യാദയ്ക്ക് ചെയ്താൽ മതി, കാരണം ഇനി ഇവിടെ ഗെയിമിൽ മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നിട്ട് കാര്യമില്ല, സിജോ പറയുന്നുള്ളതാണ്. പിന്നീടാണ് നമ്മുടെ നോമിനേഷൻ. സായി, നോറ, പിന്നെ അഭിഷേക്, നന്ദന, ശ്രീതു, ജാസ്മിൻ, ഋഷി, 7 പേര് നോമിനേഷനിൽ വരുന്നു. 3 പേര് സേഫ് ആവുന്നു. സിജോയ്ക്കും അർജുനും ഓരോ വോട്ട് വീതം കിട്ടിയാണ് സേഫ് ആകുന്നതെങ്കിൽ ജിൻഡോയ്ക്ക് ഒരു വോട്ട് പോലും കിട്ടാതെയാണ് ജിൻഡോ സേഫ് ആവുന്നത്. ആദ്യത്തെ ആഴ്ചയാണ് ജിൻഡോ സേഫ് ആവുന്നത്. ഇത്ര ദിവസം ഏതെല്ലാം നോമിനേഷൻ ഉണ്ടോ ആ വീക്കുകൾ ഫുള്ള് ജിൻഡോ വന്നിട്ടുണ്ട്. ഈ ഒരൊറ്റ വീക്ക് മാത്രം ജിൻഡോ നോമിനേഷനിൽ വന്നില്ല. അത് ലാലേട്ട വന്ന് എടുത്ത് ചോദിച്ച് കളിയായിട്ടൊക്കെ സംസാരിക്കും. പിന്നീട് ഈ പറഞ്ഞതുപോലെയുള്ള നോമിനേഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉള്ള കണ്ടന്റ് ജോജുവിൻ്റെ ഒക്കെ കണ്ടന്റ്, അത് സത്യം പറഞ്ഞാൽ വേസ്റ്റ്ഫുൾ കണ്ടന്റാണ്. ആ മൂവിയുടെ ഒരു പ്രൊമോഷൻ എന്നുള്ളതിനുപരിയായിട്ട് വേറെ ഒരു സാധനം നമ്മുടെ ബിഗ് ബോസിന് വേണ്ടുന്ന അത്ര ഒരു കണ്ടന്റ് വന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. പിന്നെ സ്പോൺസർ ടാസ്ക്, അതിനകത്ത് ഡോമാക്സിൻ്റെ ടാസ്ക് കൊടുക്കുന്നത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ നമുക്ക് പുറത്തുള്ളവർക്ക് ഏത് ടീമാണോ ഇഷ്ടപ്പെട്ടത് അവർക്ക് പോയിന്റ് കൊടുക്കുക. അത് വലിയ സംഭവമൊന്നുമല്ല. പുറത്തുള്ളവർക്ക് അകത്തുള്ളവർക്ക് പുറത്ത് സപ്പോർട്ട് മനസ്സിലാകുന്നില്ല. ഒരു ടീം ബേസ് ആണ്. അപ്പോൾ ടീമിനാണ് പോയിന്റ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ടീമിനാണ് സപ്പോർട്ട് വരുന്നത്, ഇൻഡിവിജ്വൽ സപ്പോർട്ട് അല്ല. ടീമിനാണ് മറ്റേ ഡോമസ് ഫ്രഷേഴ്സ് എന്നൊക്കെ പറഞ്ഞത് തമിഴ് ബിഗ് ബോസിലും ഉണ്ടായിരുന്ന ടാസ്ക്കാണ്, കഴിഞ്ഞ മലയാളം ബിഗ് ബോസിലും ഉണ്ടായിരുന്ന ടാസ്ക്കാണ്.
പിന്നീട് പ്ലസ്സിലാണ് ഇത്തിരിയെങ്കിലും സത്യം പറഞ്ഞാൽ പ്ലസ്സിലുള്ള സാധനമായിരുന്നു ഇന്ന് മെയിൻ എപ്പിസോഡിൽ ഇടേണ്ടിയിരുന്നത്. അത് കൊള്ളാം. കാരണം നോമിനേഷനിലുള്ള സായി, നോറ, അഭിഷേക്, നന്ദന, ശ്രീതു, ജാസ്മിൻ, ഋഷി, ഇവർ 7 പേരും എന്തുകൊണ്ടാണ് ഞാൻ നോമിനേഷനിൽ വന്നത്, എനിക്ക് എന്തുകൊണ്ട് പ്രേക്ഷകർ വോട്ട് ചെയ്യണം, ഞാനിവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ 10-78 ദിവസമായിട്ട് ചെയ്തത് എന്നുള്ളത് അവർക്ക് തുറന്ന് പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും, അത് തുറന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും എതിർപ്പോ ഒപ്പീനിയൻസോ ക്വസ്റ്റ്യൻസോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ച് അതിനുള്ള മറുപടി കൊടുക്കാനുള്ള ഒരു ടൈമാണത്. അപ്പോൾ സായി അതിനകത്ത് പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല സായി പറഞ്ഞില്ല. കാരണം സായി പറയുന്നത് സായി ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം കഴിഞ്ഞു, ഞാനൊരു പ്യുവർ സോളായി, അതിനല്ല സായി ഇവിടെ വരുന്നത്. ഇതൊരു ഗെയിമാണ്. ഓക്കെ, സായി ഗെയിം കളിക്കാനൊക്കെ ഇവിടെ വന്ന ആളാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ സായി ഇവിടെ ഒരു സോളായിട്ട് നിൽക്കണം. അപ്പോൾ സായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എവിക്റ്റായി പോകുന്നതാണ് നല്ലത്. കാരണം ഇവിടെ നിന്ന് നെഗറ്റീവ് ഇതുവരെ വന്നിട്ടില്ല. അവൻ നെഗറ്റീവ് ആവുന്നതിന് മുന്നേ സായി പോകുന്നതായിരിക്കും സായിക്ക്. അപ്പോൾ സായി ആ കാര്യങ്ങളാണ് കൂടുതൽ ചോദിക്കുന്നത്. വീട്ടുകാരെ കുറിച്ച് അഗെയിൻസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നോറ എന്നെ ഇവിടെ കള്ളത്തരം എന്നാണോ, ഞാൻ എന്ത് കള്ളത്തരമാണ് പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. സിജോ അതിൻ്റെ ഇടയിൽ കയറി ഇടപെട്ടുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോയ സമയം മുതൽ നീ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. അപ്പം നോറ പിന്നെ സ്പേസ് കൊടുക്കാതെ സിജോയോട് സംസാരിക്കുന്നു. സിജോ തിരിച്ച് പോയിന്റുകൾ പറയുന്നു. നോറ ഫുൾ പൂട്ട് വീണ് വീട്ടുകാർ ഫുള്ളും നോറയ്ക്കെതിരെ ആവുന്നു. നോറ പറയുന്നു എൻ്റെ ഉമ്മ വന്നപ്പോൾ നീ മാപ്പ് പറഞ്ഞു, സിജോ ചേട്ടൻ മാപ്പ് പറഞ്ഞു. ഇല്ല, ഞാൻ നിൻ്റെ ഉമ്മയുടെ അടുത്ത് മാപ്പല്ല പറഞ്ഞത്, ഞാൻ ഫ്രണ്ടിൽ വെച്ച് കണ്ടിട്ട് ഒന്ന് കെട്ടിപ്പിടിച്ചോ മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് ആ കാര്യം ചോദിക്കാനാണ് വന്നത്, അല്ലാതെ വേറെ ഒരു കാര്യം ഞാൻ മാപ്പ് പറയേണ്ട ആവശ്യം എനിക്കില്ല, ഞാൻ മാപ്പ് പറഞ്ഞതല്ല. ആ ടോപ്പിക്കിൻ്റെ പേരിൽ ഒരു വഴക്കാവുന്നുണ്ട്. പിന്നീട് അഭിഷേക് വന്നിട്ട് ഞാനിവിടെ വ്യക്തമായിട്ടുള്ള അങ്ങനെയാണ് ഇങ്ങനെയാണ് ആവശ്യം. അവിടെയും എനിക്ക് അഭിഷേക് പറയുന്ന കുറേ കാര്യങ്ങൾ, അഭിഷേക് ഇസ് എ പ്യുവർ സോൾ, കറക്റ്റായിട്ട് പറയാം. അഭിഷേക് സത്യം പറഞ്ഞാൽ ജെനുവിനിറ്റി ഉള്ളൊരു മനുഷ്യനാണ്. പക്ഷേ ബിഗ് ബോസിനെ ആയിട്ടുള്ള ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല അഭിഷേക്. ഇവിടെ അഭിഷേകിൻ്റെ റിയാലിറ്റി കാണിക്കുകയാണ്. അഭിഷേക് എന്താണോ, അഭിഷേകിൻ്റെ ഉള്ളിൽ ദേഷ്യമുണ്ടോ അമർഷമുണ്ടോ ഇഷ്ടമുണ്ടോ അതെല്ലാം അഭിഷേക് കാണിക്കുന്നു. പക്ഷേ ഒരു ഗെയിം ഒരു ടാസ്ക് കൊടുക്കുമ്പം അഭിഷേക് ആ ടാസ്കിൽ നമുക്ക് ഇങ്ങനെ നിൽക്കാം, അവിടെ ഇങ്ങനെ ഗെയിം കളിക്കാം, ഇവിടെ ഇങ്ങനെ അത് ഓക്കെ, ദാറ്റ്സ് ഓക്കെ. ബട്ട് ഒൺലി ടാസ്ക് മാത്രമല്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മൈൻഡ് ഗെയിം. നമ്മൾ അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും നമ്മൾ ഇയാളെ വെട്ടാൻ ഞാൻ അങ്ങനെ ചില ആ ഒരു പ്ലാൻ അഭിഷേകിനില്ല. അഭിഷേക് ജെനുവിനാണ്. ഈ സാധനം ഋഷിക്കും ഇല്ല. മനസ്സിലായില്ലേ? അഭിഷേകും ഋഷിയൊക്കെ ജെനുവിൻസ് ആണ്. ഞാൻ അവരെ ഒത്തിരി നെഗറ്റീവ് പറയുമെങ്കിലും അവരുടെയൊക്കെ നെഗറ്റീവ്സ് നമുക്ക് പെട്ടെന്ന് കിട്ടാൻ കാരണം അവർ റിയലാണ്. മനസ്സിലായില്ലേ? അവർ റിയലാണ്. ഈ പറയുന്ന സായിയുടെ കേസും സായിയൊക്കെ റിയലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇവരുടെ നെഗറ്റീവ്സ് കുറേ കാര്യങ്ങൾ കിട്ടുന്നത്. എന്ന് വെച്ചാൽ ബാക്കിയുള്ളവർ മൊത്തം ഫേക്ക് ആണെന്നല്ല, അവർക്ക് പ്ലാൻസ് ഉണ്ട്. അപ്പോൾ പ്ലാൻസ് ഉള്ളവർ ഓട്ടോമാറ്റിക്കലി ഇപ്പം ഞാൻ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ പ്ലാൻ അല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളവിടെ ജെനുവിനിറ്റി കാണിക്കാനല്ലല്ലോ പോകുന്നത്. അപ്പോൾ ജെനുവിനിറ്റി കാണിക്കാൻ ഉള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല ബിഗ് ബോസ്. പിന്നെ അവിടെ പോകുന്ന പലരും എക്സ്പീരിയൻസ് ചെയ്യാൻ ഇതിനകത്ത് എന്താണ് നടക്കുന്നതെന്നായി അതിനൊക്കെയാണ് പോകുന്നത്. പിന്നെ നന്ദന വന്ന് കുറേ കാര്യങ്ങൾ പറയുന്നതിലും വട്ടം ഇടുന്നുണ്ട്. നന്ദനയ്ക്ക് മെച്യൂരിറ്റി ഇല്ല എന്ന് പറഞ്ഞ സാധനം, കുട്ടിക്കളി കാണിക്കുന്നു എന്ന് പറഞ്ഞ സാധനത്തിൽ നോറ കയറി ഉടയ്ക്കുക. നന്ദനയുടെ ആപ്പീസ് കൂട്ടം പോലെ ആവുന്നു. നന്ദനയ്ക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റുന്നില്ല. കുട്ടിക്കളി മെച്യൂരിറ്റി രണ്ടാണെന്ന് നോറ പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ഇഷ്യൂ ആവുന്നു. പിന്നീട് ശ്രീത് പോയിട്ട് കോംബോ നാടകം എന്ന് പറഞ്ഞ കേസ് എനിക്ക് ഫീലായി എന്ന് പറഞ്ഞിട്ട് അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു. ജാസ്മിൻ പോകുന്നു. ജാസ്മിനും ഗബ്രിയായിട്ടുള്ള സാധനം എടുത്ത് പറയുന്നില്ല എങ്കിൽ കൂടിയും അതൊന്ന് കണക്ട് ചെയ്തിട്ടുള്ള സംഭവമാണ് ജാസ്മിൻ അവതരിപ്പിക്കുന്നത്. ഇതിൽ അഭിഷേക് കയറി പിടിച്ചുകൊണ്ട് ജാസ്മിനെ വലിച്ച് കീറുന്നു. ജാസ്മിൻ സത്യം പറഞ്ഞാൽ ജാസ്മിൻ തെറ്റ് ചെയ്തു പോയി. അപ്പോൾ ജാസ്മിൻ ഹാവ് നോ ആൻസർ ടു സേ ടു അഭിഷേക്. ഒന്നും പറയാനില്ല. കാരണം എന്തെങ്കിലും പറഞ്ഞാൽ കയ്യിൽ പോകും. പക്ഷെ അഭിഷേക് ടക്ക 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 എന്ന് പറഞ്ഞ് എനിക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവിടെ ജാസ്മിന് പറയാനുള്ളൊരു സ്പേസും കിട്ടിയില്ല. പറയാൻ ഒപ്പീനിയൻ കയ്യിലില്ല താൻ. കാരണം ജാസ്മിൻ അവിടെ കാണിച്ച തെറ്റാണ്. അപ്പോൾ ജാസ്മിന് അത് അറിയാം. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതിന് ഓപ്പോസിറ്റ് പറയാൻ പറ്റുന്നില്ല. പക്ഷെ അത് പറഞ്ഞ് നിൽക്കുകയും വേണം. ആ ഒരു അവസ്ഥയിലായിപ്പോയി. പിന്നെ ഋഷി അധികം ആരും കുത്താനും എടുക്കാനോ ഒന്നിനും പോകണില്ല. ഋഷിയെ ഇൻഡിവിജ്വലായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ രണ്ടുപേരെ നോമിനേറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇതാണ് എനിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഫീൽ ചെയ്തത്. വേറെ ഇതൊക്കെ പുറമേ ആയിട്ട് വന്ന് വേറെ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. സത്യം എനിക്ക് ഭയങ്കര ബോറായിട്ടാണ് തോന്നിയത്. നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങൾ മസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത പ്രൊമോ വരട്ടെ, അതിൻ്റെ വിശേഷങ്ങളായിട്ട് വരാം, അപ്ഡേറ്റുകളായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.